These are on the stage. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി എന്ത് ചെയ്യാൻ ഉണ്ണികൃഷ്ണ സാറിന് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് പ്രദീപ് എന്നാണ്, വണ്ടൂരാണ് താമസം. ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരങ്ങൾ നൽകി ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള സർവശക്തനോട് അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ കടന്നു വന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് വളരെ യാദൃശ്ചികമായ എന്ത് ചെയ്യാണ്, വളരെ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ അവസരം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരുടെയും ശരീരവും മനസ്സും ഈ ഹോളിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപകാരപ്പെടുക. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ഓഫ് ആക്കി സൈലന്റ് ആക്കി ചെയ്യുക. കാരണം നമുക്ക് മറ്റൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വളരെ കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു അവസരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ആദ്യമായിട്ട് ഈ അവസരം കേൾക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കൈവക്കാമോ? ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഈ ഒരു അവസരം കേൾക്കുന്ന ആളുകൾ. ഓക്കെ, ധാരാളം ആളുകളുണ്ട്. നല്ലൊരു കൈയടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് ഈ അവസരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ പറ്റും ഗേറ്റ് ടു സക്സസ്. നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു കവാടം എന്ത് ചെയ്യാണ് ഇന്ന് നമ്മുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓരോരുത്തരും പല പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്ത് ചെയ്യണം, നല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ്സുകാരുണ്ടാവും, അതുപോലെ ഹൗസ് വൈഫ് ഉണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, കൂടാതെ സ്റ്റുഡൻസ് ഉണ്ടാവും, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടാവും, എന്തെങ്കിലും ഗവൺമെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഇത് കൂടാതെ റിട്ടയർഡ് പേഴ്സൺ, എല്ലാ ജോലികളും തിരക്കുകളൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം, ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ കടന്നു നിന്ന് ജീവിതം ആസ്വദിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാൻ പറ്റും പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ട ജീവിതത്തിൽ പ്രധാനമായിട്ട് വേണ്ട 3 ആവശ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമുക്ക് നല്ല ഹെൽത്ത് വേണം, അല്ലെ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, നല്ല സാമ്പത്തികം വേണം. നല്ല രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റുള്ളൂ, ജീവിതം എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ആസ്വദിക്കാനും പറ്റുള്ളൂ. എന്നാൽ ഇത് കൂടാതെ ഇന്ന് പല ആളുകൾക്കും ഇല്ലാതാണ് ഫ്രീഡം. എല്ലാവരും എന്ത് ചെയ്യണം, മറ്റാരുടെയോ ആവശ്യങ്ങൾക്കും മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഇന്ന് ജീവിതത്തിൽ സ്വന്തം സമയം അധ്വാനം മറ്റാർക്കോ പണം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂരിഭാഗം ആളുകളും ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കുക, നമുക്ക് ഈ 3 ആവശ്യങ്ങളും ഒരുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. എന്നാൽ നമുക്ക് നോക്കാം, ഇവിടെ ഏറ്റവും പ്രധാനമാണ് എന്ത്, സാമ്പത്തികം. ഇന്ന് ജീവിതത്തിൽ സാമ്പത്തികമാണ് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് സാമ്പത്തികം. എന്നാൽ നമുക്ക് നോക്കാം, ഇന്ന് നമ്മളൊക്കെ തന്നെ പല മേഖലകളിലൂടെ എന്ത് ചെയ്യാണ്, വരുമാനം സമ്പാദിക്കുന്ന ആളുകളാണ്. ഇന്ന് പ്രധാനമായ 2 രീതിയിലാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ 2 രീതിയിലൂടെയാണ് കാര്യമായ ആളുകൾ വരുമാനം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഒരു വ്യക്തി എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിന് ആനുപാതികമായിട്ടാണ് ആ വ്യക്തിക്ക് വരുമാനം ഉണ്ടാവുക. അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നത് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ ആനുപാതികമായി അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിന്റെ ഇൻകം ഉണ്ടാവുക. എന്നാൽ നമുക്ക് നോക്കാം, ഇവിടെ പല ആളുകൾ ജോലി ചെയ്യാത്തതല്ല പ്രശ്നം. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേഖലയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മേഖല എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും, ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്ന മേഖല അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് വേണ്ട രീതിയിൽ ഏണിങ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന മേഖലയുടെ ചെറിയ പ്രശ്നമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സാധാരണ ഒരു വ്യക്തി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഇവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു 15,000 മുതൽ 40,000 രൂപ വരെയാണ് ഒരു വ്യക്തിക്ക് ഏൺ ചെയ്യാൻ പറ്റുക. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു 15,000 മുതൽ 40,000 രൂപ വരെ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുക. എന്നാൽ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 മുതൽ ഒരു 60,000 രൂപ വരെ മാത്രമാണ് അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ പറ്റുക. എന്നാൽ 24 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് അസാധ്യമാണ് എങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മാക്സിമം 1 ലക്ഷത്തിന് താഴെ മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഒരു മാസം ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. എന്നാൽ ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ എഫേർട്ട്, നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ അധ്വാനം എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അധ്വാനം അതിന്റെ കൂടെ വേണം. രണ്ടാമത്തതോ നമ്മുടെ പ്രസൻസ്, ആ മേഖലയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ.
അത് കൂടാതെ നമുക്ക് ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ, അത് ഒരു ലിമിറ്റഡ് സമയത്തിന്റെ ഉള്ളിൽ ഒരു ലിമിറ്റഡ് വരുമാനം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒരു ലിമിറ്റഡ് ആണ്, ടൈമും അധ്വാനവും ലിമിറ്റഡ് ആണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് ഭൂരിഭാഗം ആളുകളും. അതായത് എന്ത് ചെയ്യാണ്, ഒരു സമയബന്ധിതമായിട്ട് ജോലി ചെയ്ത് അതിൽ നിന്നുള്ള ഒരു വേതനം കൊണ്ട് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ജീവിക്കുകയല്ല അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന് വളരെ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് ലൈഫ് ആസ്വദിച്ച് തീർക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ബെൻസും BMW, അതുപോലെ അവർ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും ഏത് സമയത്തും പോകാനും വരാനും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, സാമ്പത്തികമായും ശാരീരികമായും ഫിനാൻഷ്യലായിട്ടും ഒക്കെ എന്ത് ചെയ്യാണ് വലിയ രീതിയിലുള്ള ഒരു ഫ്രീഡം അനുഭവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ സാധാരണ രീതിയിൽ നമ്മൾ 8 മണിക്കൂറോ 16 മണിക്കൂറോ ഒക്കെ ജോലി ചെയ്ത് നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 8 മണിക്കൂറും 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മുടെ വരുമാനങ്ങൾ ലക്ഷങ്ങളും കോടികളായിട്ട് മാറും. അതാണ് ഇന്ന് ഒരു സംരംഭകരെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള മാറ്റം. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ജീവിതം ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ലൈഫ് മാറ്റിയിട്ടുള്ളത്. എന്താ കാരണം? അവരിതുപോലെ നിരവധി ആളുകളുടെ കഴിവും അധ്വാനവും ഇരട്ടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, വരുമാനം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് ഒരു വ്യക്തി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു വ്യക്തിക്ക് 24 മണിക്കൂർ, അദ്ദേഹത്തിന്റെ കൂടെ ഓരോ മണിക്കൂറും ഷെയർ ചെയ്യാൻ പറ്റിയ 10 പേരുണ്ടെങ്കിൽ 100 മണിക്കൂർ എന്ത് ചെയ്യാണ് ഒരു വ്യക്തിക്ക് ആ ഒരു സമയം അദ്ദേഹത്തിന് കിട്ടുകയാണ്, അതിന്റെ അധ്വാനം കിട്ടുക. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ ഗൾഫ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർക്കൊരു നിശ്ചിത സമയവും അതിനനുസരിച്ച് ഒരു സാലറി അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ പല ആൾക്കാരും പറഞ്ഞേക്കാം ഓവർ ടൈം വർക്ക് ചെയ്യാണ്, എന്തിനാ, എക്സ്ട്രാ വരുമാനം കൂട്ടാൻ. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇത് വർദ്ധിക്കുന്നത്, നമ്മുടെ ടൈമും അധ്വാനവും എന്ന രീതിയിൽ നമ്മൾ നിരവധി ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ നിരവധി ആളുകളുടെ കഴിവും അധ്വാനവും നമ്മളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന നല്ല ഒരു അവസരമാണ് എന്ത് ചെയ്യണത്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വേൾഡിൽ തന്നെ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് പറയും. ഒരു കയ്യിൽ നമുക്ക് ഒരു മേഖല കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡയറക്ട് സെല്ലിംഗ് ഓക്കെ. പക്ഷെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ചോദിക്കുമ്പോൾ പല ആളുകൾക്ക് എന്ത് ചെയ്യുക, വ്യക്തമായ ഒരു ധാരണ കിട്ടാറില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡയറക്ട് സെല്ലിംഗ് അത് ഈ കാലഘട്ടത്തിന്റെ ഒരു കച്ചവട രീതിയാണ്. എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിലവിൽ നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്ന കച്ചവട രീതി ഉണ്ടല്ലോ, ഓക്കെ. എന്നാൽ ആ കച്ചവട രീതി എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഇപ്പൊ പരമ്പരാഗതമായ നമ്മുടെ കച്ചവട രീതിക്ക് പറയുന്ന പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇതേ രീതിയിൽ തന്നെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലേക്ക് എത്തുന്നു, അവിടുത്തെ ഒരു C&F ഏജന്റ് കയ്യിലേക്ക് എത്തുന്നു, അവിടുത്തെ ഒരു സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെയാണ് ഹോൾസെയിലർ. അത് കഴിഞ്ഞിട്ടാണ് റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തുന്നത്, അതായത് നമ്മളെ തൊട്ടടുത്ത കടകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഭൂരിഭാഗം ആളുകൾ ഉൽപ്പന്നം വാങ്ങുന്നത് എവിടുന്ന, റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് അല്ലേ. നമ്മളൊക്കെ എന്താണ്, കൺസ്യൂമർ അഥവാ കസ്റ്റമർ ആണ്. നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്നത് എങ്ങനെയാ, ഇതേ രീതിയിൽ നിരവധി ഇടനിലക്കാരും പരസ്യക്കാരും വഴി കഴിമറിഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ എത്തുമ്പോഴാണ് നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്നത്, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, ഓക്കെ. എന്നാൽ ഇതേ രീതിയിൽ തന്നെ ഒരു കമ്പനി എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. എങ്ങനെ, കമ്പനി നേരിട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതിന് കമ്പനി എന്ത് ചെയ്യാണ്, വലിയ രീതിയിലുള്ള മുതൽ മുടക്കി സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് നമ്മൾ അറിയുന്ന നമ്മളെ അറിയാത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ് ഇത്രയും കാലം ചെയ്തുള്ളത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് വലിയ രീതിയിൽ എന്ത് ചെയ്യാണ്, മുതൽ മുടക്കിയിട്ടാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, സോഷ്യൽ മീഡിയകളും അതുപോലെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ പല ഉൽപ്പന്നങ്ങളെ കുറിച്ച് കേട്ടിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വലിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ രീതിയിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഈ ഒരു രീതിയിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആ വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസയുടെ ഒരു 40% മുതൽ 60% വരെ നമ്മൾ കൊടുക്കുന്ന പൈസ പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളത്, ആണോ അല്ലേ? ക്ലിയർ? ഓക്കെ. എന്നാൽ നമുക്ക് നോക്കാം ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നു. ആ കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നം വാങ്ങിക്കാം, ഒന്ന്. രണ്ടാമത് എന്ത് ചെയ്യുക, ഇതിന് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. ഇതിന്റെ പരസ്യക്കാർ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവ് തന്നെയാണ്. ഈ ഇത്രയും കാലം നമ്മൾ വാങ്ങിയിട്ടുള്ളത്, ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ സെലിബ്രിറ്റികളായുള്ള ആളുകൾ, അവർക്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളെ അറിയില്ല. പക്ഷെ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തികളെ അറിയാം. അവർ പറയുന്ന കേട്ടിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ ഹോളിൽ എത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, പുതിയ ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ഈ ഹോളിൽ എത്തിച്ചിട്ടുള്ളത്.
അപ്പൊ നമ്മൾ അറിയാത്ത ആളുകൾ പറയുന്നതാണോ, നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന ആളുകൾ പറയുന്നതാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അതിന് വാങ്ങുന്ന വ്യക്തിക്ക് തന്നെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസയുടെ ഒരു 40% മുതൽ 60% വരെ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോവുകയാണെങ്കിൽ, ഇവിടെ ഡയറക്ട് സെല്ലിംഗിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് തന്നെ ഈ 40% മുതൽ 60% വരെ ഉള്ള ക്യാഷ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഡയറക്ട് സെല്ലിന്റെ പ്രത്യേകത. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തിക്ക് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിന്റെ വിതരണാവകാശവും കൂടി കൂടെ തരികയാണ്. അത് സാധാരണ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്കത് വിൽക്കാനുള്ള അധികാരമില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അത് വിതരണാവകാശവും കൂടെ എന്ത് ചെയ്യാം, കൂടെ കിട്ടുന്ന പ്രക്രിയയാണ് ഡയറക്ട് സെല്ലിംഗ്. ഒരു നല്ലൊരു കൈയടി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കാം. ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചു കാലം മുമ്പൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി ഇന്ന് വളരെ സുതാര്യമായി എല്ലാ ആളുകൾക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറി കഴിഞ്ഞു. ഇത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഇവിടെ ഈ 2025 ആവുമ്പോഴേക്കും, അതായത് ഫിക്കി, KPMG എന്നുള്ള ഈ സംഘടനകളുടെയൊക്കെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഈ ഒരു മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണ്. നിരവധി യുവാക്കൾ കടന്നു വരാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി. അതുപോലെ തന്നെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് കേരളത്തിൽ ഈ ഒരു മേഖലയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, സർക്കാർ അതിന് വേണ്ടുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഒരു മേഖലയെ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അതിന്റെ പരിശീലന പരിപാടികൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബുക്ക്, ഒരു കൈപുസ്തകം എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാർ ഇറക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗസറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2021 ഡിസംബർ 28 എന്ത് ചെയ്യാണ്, ഈ ഒരു മേഖലയെ കേന്ദ്ര ഗവൺമെന്റ് ഗസറ്റിലും വളരെ ലീഗലായിട്ട് അതിനെ പ്രതിപാദിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 180ഓളം രാജ്യങ്ങൾ, 180.5 അതായത് രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖല വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 170ഓളം രാജ്യങ്ങളിൽ ഈ ഒരു ബിസിനസ് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു 2019-2020 കണക്ക് പ്രകാരമാണ്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇത്രത്തോളം ഈ ഒരു സമയം കൊണ്ട്, ഇന്ന് 2025 എന്ത് ചെയ്യാണ്, ഇവിടെ തീരാൻ പോവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2019 കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ വേൾഡ് രാജ്യങ്ങളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 15ാം സ്ഥാനത്തേക്ക് 2019 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് അതിനേക്കാൾ അപ്ഡേറ്റ് ആയി വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. അപ്പൊ ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു വളർച്ചയെ കുറിച്ച് ഏതാണ്ട് നമുക്ക് ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിരവധി മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും, അതുപോലെ ഈ ഒരു പ്രോഗ്രാമോട് കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിന്റെ ഒരു ധാരണ കിട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള കാര്യങ്ങൾ ഏതാണ്ട് നമുക്ക് രൂപം കിട്ടി. ഇനി നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏത് കമ്പനിയെ സെലക്ട് ചെയ്യണം. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യ ജന്മം കൊണ്ട് നേടിയെടുക്കാവുന്നത് ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഒരു കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്, അതായത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ആയിരിക്കണം. രണ്ടാമതോ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്സ്, അതായത് നമ്മുടെ തെളിയിക്കപ്പെട്ടുള്ള സക്സസ് ഉള്ള റെക്കോർഡ്സ് ഉള്ള കമ്പനി ആയിരിക്കണം. കൂടാതെ ഈസി ടു ഡു ബിസിനസ്, നമുക്ക് എല്ലാവർക്കും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം. കൂടാതെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഏതൊരു വ്യക്തിക്കും, ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് വേണം. കൂടാതെ സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റും ലീഡേഴ്സും ഉള്ള കമ്പനി ആയിരിക്കും. കൂടാതെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ, നമുക്ക് എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളുള്ള ഒരു കമ്പനിയെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഭാഗ്യവശാൽ ഇന്ന് നിങ്ങൾ എത്തിയിട്ടുള്ള ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഇന്ത്യയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ,
കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയാണ്. ഡൽഹി ബേസ്ഡിലാണ് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ് ചെന്നൈയിലാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഓഫീസ് എറണാകുളത്ത് മരടിലാണ് നമുക്ക് ഓഫീസ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യുന്നത് കമ്പനിയുടെ ഔട്ട്ലെറ്റ് കാര്യങ്ങളുണ്ട്. ഉൽപ്പന്നങ്ങൾ കിട്ടാൻ നമുക്ക് സുലഭമായിട്ട് എന്ത് ചെയ്യുന്നത് എല്ലാ ഏരിയകളിലും ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യ ഷോപ്പിംഗ് മുഖേന നമുക്ക് കമ്പനിയുടെ എന്ത് ചെയ്യാം, ഇന്ത്യ ഷോപ്പിംഗ് മുഖേന നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കമ്പനിക്കുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം വേണ്ടത്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം. എന്നാൽ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. നിരവധി സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒറാപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് ഉൽപ്പന്നങ്ങളെ സർട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. സമയക്കുറവുകൊണ്ട് എന്ത് ചെയ്യില്ല, സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ഉൽപ്പന്നങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കാര്യങ്ങൾ വേണമല്ലോ, അപ്പോഴാണല്ലോ കിട്ടുക. ഏതാ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ മുന്നിൽ പ്രസിദ്ധമായിട്ടുള്ള എല്ലാ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള ധാരാളം ഡോക്ടേഴ്സിന്റെ സയന്റിസ്റ്റിന്റെ വലിയൊരു നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് വലിയൊരു R&D വിങ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതായത് ഇന്ന് നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെൽനസ് ആണ്. അതായത് എന്താണ് വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നമുക്ക് ഗുണമാണ് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന് പറ്റുന്ന ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വിറ്റാമിൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, ഭക്ഷണം വയറ് നിറയ്ക്കാൻ നമ്മൾ കഴിക്കും, പക്ഷെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പോലും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പോലും ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാലഘട്ടം മാറിയതോടുകൂടി നമ്മുടെ ഭക്ഷണ രീതി മാറി, അതിനനുസരിച്ച് നമ്മളെല്ലാവരും രോഗവാഹികളായി, രോഗത്തിന്റെ അടിമകളായിട്ട് മാറി. എന്നാൽ അങ്ങനെയുള്ള ഈ 2 കാറ്റഗറിപ്പെട്ട ആളുകളാണ് സമൂഹത്തിലുള്ളത്. ഒന്നെന്ത് ചെയ്യാണ്, നിലവിൽ അസുഖമുള്ള ആളുകളും, രണ്ടാമത്തത് അസുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളും. ഈ 2 കൂട്ടർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ്. ഇന്ന് വെൽനസ് മേഖലയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അല്ല, ലോകത്തിൽ തന്നെ ഇന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നമ്പർ 1 ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത്. ഒരിക്കലും കയ്യിൽ നമുക്ക് ഈ ഒരു ബ്രാൻഡ് കൊടുക്കാൻ പറ്റും. ഇന്ന് ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹെൽത്ത് സപ്ലിമെന്റിൽ നമ്പർ 1 സപ്ലിമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും നല്ല ഹെൽത്ത് ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമുക്ക് എലമെന്റ്സ് വെൽനസ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം. ഒരു 100ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ പറയാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം മതിയാവാതെ വരും. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുന്ന ഇത് ലിവഗെ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അവയവങ്ങളുണ്ട്. പക്ഷെ ഈ അവയവങ്ങളൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതാത് അവയവങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള വിറ്റാമിൻസ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. ആരോഗ്യം നശിക്കുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. അത് പതിയെ നമ്മൾ എന്ത് ചെയ്യും, കീഴ്പ്പെടുത്തി പോകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാൻ പറ്റും ലിവഗെ, അതായത് ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ലിവഗെ എന്ന് പറയും. അതായത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ കഴിക്കുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്ട്, കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ലിവർ. ആ ലിവറിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് വീണ്ടും റിപ്പയർ ചെയ്ത് വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ലിവഗെ എന്ന് പറയും. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തൊരു ഉൽപ്പന്നമാണ് നമ്മുടെ കഫ്റ്റിൽ എന്ന് പറയും. ചുമ, ജലദോഷം, കഫക്കെട്ട് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ റിലീഫ് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ഈ അടുത്ത സമയത്ത് നിരവധി അലോപ്പതി മെഡിസിൻ കഴിച്ച് പല അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നിരവധി ആളുകൾ. എന്നാൽ അത് വലിയ രീതിയിൽ എന്ത് ചെയ്യണം, വാർത്തയായി. പക്ഷെ ഇന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് പ്രതിവിധി, മറ്റെന്താണ്, ഒരു ബദൽ സംവിധാനം ഇല്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വലിയ രീതിയിലുള്ള റിലീഫ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കഫ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കഫ്റ്റിൽ എന്ന് പറയും. അത് കൂടാതെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ പീരീഡ്സ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ വുമൺ കമ്പാനി എന്ന് പറയും. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. അത് സ്ത്രീകളുടെ ഒരു കൂട്ടുകാരിൽ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ഉൽപ്പന്നത്തിന് നമുക്ക് പറയാൻ പറ്റും. അത് കൂടാതെ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ്
ബ്ലഡ് പ്യൂരിഫയർ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് 100% നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് മൾട്ടിഗൺ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയും. അത് കൂടാതെ നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വൂണ്ട് ഹീലിംഗ് ക്രീം, മുറിവ് കാര്യങ്ങൾ പൊള്ളൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. അത് കൂടാതെ നോവേദന ജെൽ, മൂവ് ബാം കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് മാക്സ് ശക്തിമാൻ എന്ന് പറയും. ജെൻസിന് മാത്രം ഉള്ളതാണ് ഇത്. ജെൻസിന് മാത്രം ഉള്ള ഒരു ഉൽപ്പന്നമാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അറിയാൻ പറ്റും പല ആളുകൾക്കും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് മക്കളില്ലാത്ത പ്രശ്നങ്ങൾ. അതിനൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ്, ഒരു ഉഗ്രം കൈയ്യടി എന്ത് ചെയ്യാം ഈ പ്രൊഡക്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. നിരവധി കുടുംബങ്ങളിലേക്ക് പ്രതീക്ഷ അറ്റിനിൽക്കുന്ന കുടുംബങ്ങളിലേക്ക് പ്രതീക്ഷയുമായി എത്തിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ മാക്സ് ശക്തിമാൻ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഫൈട്രസ്, ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല. ഇനി ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ഈ ടെൻഷൻ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫൈട്രസ് എന്ന് പറയും. അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂൾ, ജോയിന്റ് പെയിൻ, ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഇമ്മ്യൂണോ3+, ഉദര സംബന്ധമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണോ3+. അതുപോലെ തന്നെ വെൽഹാർട്ട്, ഒരു ഉഗ്രം കൈയ്യടി എന്ത് ചെയ്യാം ഈ ഉൽപ്പന്നത്തിന് നമുക്ക് കൊടുക്കാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൈയടിയോട് കൂടി നിങ്ങളുടെ ഹാർട്ട് ഒന്നും കൂടി അടിപൊളിയാവും. അതായത് ഹാർട്ടിന്റെ ഹെൽത്ത് ഒന്നും കൂടി ഉഷാറാവും. രണ്ടാമത്തത്, ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കില്ല. ഇന്ന് നമ്മൾ പല ആളുകളോട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. പക്ഷെ നിർബന്ധിച്ചും പിന്നാലെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇന്ന് പല ആളുകളും നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കറിയാം. ഇപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ഈ ഹൃദയത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് വരെ നമുക്ക് ഓർമ്മ വരാം, അല്ലെ? പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ജനിക്കുന്നതിന് മുൻപേ പ്രവർത്തിക്കാൻ തുടങ്ങിയുള്ള ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട്. നമ്മൾ ആണാണോ പെണ്ണാണോ രൂപം ഭാവം ഇതൊന്നും അറിയാത്ത സമയത്തും ഹാർട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും വർക്ക് ചെയ്യുന്നു. ഹാർട്ട് റെസ്റ്റ് ചെയ്താൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, റെസ്റ്റ് ആവും. അപ്പൊ ആ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ, അതിനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെൽഹാർട്ട്. ഒരു കൈയ്യടി കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഉൽപ്പന്നത്തിന് കൊടുക്കാം. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇതും കായോഹിൽ, ഉപ്പിറ്റി വിളിച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രോനാസിക, മുഖ്യ ദശ വളരെ കാര്യങ്ങൾ, അലർജി പ്രശ്നങ്ങൾക്ക് വളരെ വലിയ റിസൾട്ട് കിട്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൂടാതെ ഐ എനർജി, കണ്ണിന്റെ സംരക്ഷണത്തിന് ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ, അതുപോലെ നമ്മൾ വലിയ ഈ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ പണ്ടത്തെ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചിമ്മിനികളൊക്കെ അല്ല, ഇന്നത്തെ ലൈറ്റ് ഹൈ വോൾട്ടേജുള്ള ലൈറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയും പകലും അറിയാത്തൊരു കാലഘട്ടമാണ് ഇപ്പോ. ഈ സമയത്തൊക്കെ നമ്മളെ കണ്ണിനുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഐ എനർജി എന്ന് പറയും. ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അതുകൂടാതെ ഇതൊരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രോട്ടീൻ. അതായത് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് ശീലിച്ച മലയാളികളായതുകൊണ്ട് പ്രോട്ടീന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ആരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ ഫുഡ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മേഖലയിലൂടെ വരുന്ന സമയത്ത് നമുക്ക് പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വലിയ രീതിയിൽ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇന്നൊരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഫുഡാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോയയുടെ പ്രോട്ടീൻ നമുക്ക് ഒരു സൂപ്പർ ഫുഡ് നമുക്കുണ്ട്. ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അത് കൂടാതെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ നമുക്ക് മോറോ ലൈഫ് എന്നുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത് കൂടാതെ കയ്യടിയില്ല, ഈ ഒരു ഉൽപ്പന്നം ഈ കയ്യടി മതി. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഇതിനെ ധരിപ്പിച്ച് പറയേണ്ട കാര്യമല്ല. കാരണം ഇന്ന് പല ആളുകളുടെയും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് 95 എന്ന് പറയും. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ നിലവിൽ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യേണ്ട ശരീരത്തിൽ ഉണ്ടായിരിക്കാം. പല ആളുകൾക്കും പ്രത്യക്ഷത്തിൽ കാണുന്ന അല്ലെങ്കിൽ പരോക്ഷമായിട്ടും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റിയ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഓണാനോൺ 95. ഒരു ഉഗ്ര കയ്യിൽ പ്രൊഡക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഡയബറ്റിക്കിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഉൽപ്പന്നത്തിന് വലിയ അധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്നെന്താ, ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ വീട്ടില് ഒരു ആനപ്പന്തിക്കുള്ള ഒരു മേരിയായിരുന്നു, അല്ലെ? ഒരു 4 ആനയ്ക്ക് മുറ്റത്ത് നിൽക്കുന്ന മേരിയായിരുന്നു. എന്നാൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും എന്താണ്, ഡയബറ്റിക് ആണ്. എന്നാൽ ഈ ഡയബറ്റിക്കിൽ നിന്നും ഇനി ജീവിതകാലം ഒരിക്കലും മോചനമല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, പല ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റും, എന്റെ കൂടെ ഈ ഒരു മേഖലയിൽ അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തി ഇപ്പൊ ഈ ഒരു സമയത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ഉള്ള റിസൾട്ടിന്റെ അത് ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, അതിൽ വീണ്ടും കുറവ് വന്നിട്ടുണ്ട്. ഡയബറ്റിക് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഉൽപ്പന്നത്തിന് എന്ത് ചെയ്യാം, ഒരു ഉഗ്രം കൈയ്യടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സൂപ്പർ പ്രൊഡക്റ്റുകൾ നമുക്ക്
നമുക്കുണ്ട്. കൂടാതെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വൈറസുകളൊക്കെ വന്നിട്ടില്ലേ, പല രീതിയിലുള്ള വൈറസുകളൊക്കെ കയറി വന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, നമ്മുടെ ഇവിടുന്ന് തോറ്റുമടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഓണാനോൺ ഇത് കവച പ്ലസ്. ഒരു ഉഗ്ര കൈയ്യടി നമുക്ക് കൊടുക്കാം. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. കൂടാതെ നമുക്ക് പേഴ്സണൽ കെയർ ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഡൈനൈറ്റ് ക്രീമുകൾ, അതുപോലെ തന്നെ ഫേസ് ക്രീം, ഫേസ് വാഷ്, ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഡാൻഡ്രഫ് ഷാമ്പു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. കൂടാതെ നമുക്ക് നോർമലി ഉപയോഗിക്കാൻ പറ്റിയ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുണ്ട്. ബാത്തിങ് സോപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതെന്ത് ചെയ്യുക, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തിക്ക് അറിയാവുന്നതാണ്. ഇനിയും ഇതിന്റെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള സമയം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ FMCG പ്രൊഡക്റ്റുകൾ. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ വീട്ടിലൊക്കെ അസുഖം കടന്നു വരുന്നത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ FMCG പ്രൊഡക്റ്റ്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ. എന്നാൽ ഇവിടെ നമുക്ക് മനുഷ്യനും പ്രകൃതിക്കും ദോഷമില്ലാത്ത സൂപ്പർ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രോ പ്രൊഡക്റ്റ് ധാരാളം നമുക്ക് വരുന്നുണ്ട്. ഇത് 100% അതായത് പ്രകൃതിദത്തമായ ഉൽപ്പന്നമാണ്. അതായത് വൃക്ഷ ആയുർവേദ എന്ന കാറ്റഗറിയിൽ വരുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ്, ഒന്ന് എന്ത് ചെയ്യുക, ഉത്പാദനക്ഷമത കുറവ്, രണ്ടാമത്തെ എന്ത് ചെയ്യുക, ലേബർ ചാർജ് കൂടുതലും. ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം നൽകിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറി വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഇത് കൂടാതെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ എന്നൊക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. MI DigiWorld എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഓഫ്ലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ അതായത് ഒരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയും. കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ബിസിനസ് കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ നിരവധി പറയാനുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളോട് തെളിവ് തരാനുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലുപരി നമുക്ക് എന്താണ് ഗുണം, ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സാർ ശരി, പക്ഷെ എനിക്കെന്ത് ഗുണം, ഇത് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്നും നിങ്ങൾ എന്താണോ ബാക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുൻപ് നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലോ ആ ശക്തി നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനുള്ള ഒരു കറക്റ്റ് സ്ഥലത്താണെന്ന് നിങ്ങൾ ഇരുത്തിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു ഓളത്തിൽ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ അങ്ങോട്ടാണ് എന്ത് ചെയ്യണത്, നിങ്ങളുടെ ലൈഫിന്റെ ആ ടേണിംഗ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറ്റാം. എങ്ങനെ? അതായത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കമ്പനിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. കമ്പനി ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വാങ്ങുന്നില്ല. അതൊരു പോയിന്റ് ആണ്. ഒരു രൂപ പോലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കമ്പനി ഫീസ് വാങ്ങുന്നില്ല. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കമ്പനി ഒരു യുണീക്ക് ID തരും. നിങ്ങൾക്ക് ഒരു 10 അക്ക ID നമ്പർ എന്ത് ചെയ്യും. ഇന്ന് എന്ത് കാര്യത്തിനും ഒരു നമ്പർ ഇല്ലെങ്കിൽ നടക്കൂല. ഇപ്പൊ നമ്മള് റേഷൻ കടയിൽ പോവാണെങ്കിൽ റേഷൻ കാർഡ് നമ്പർ വേണം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവാണെങ്കിൽ നിങ്ങൾ ആധാർ നമ്പർ വേണം. എല്ലാം നമ്പറിന്റെ പുറത്താണ്. ഇതുപോലെ തന്നെ ഇന്ന് കമ്പനി നിങ്ങൾക്ക് ഒരു 10 അക്ക നമ്പർ തരും. ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കമ്പനി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു DP പ്രൈസ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ തരും. എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ എടുക്കാം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഉൽപ്പന്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ള ആൾക്ക് വിൽക്കാം. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. വേണമെങ്കിൽ വിൽക്കാം. വിൽക്കാണെന്ന് നിർബന്ധമല്ല, വിൽറ്റാൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. ഇതാണ് ബിസിനസിന്റെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിലുള്ള ഗുണം എന്താ, കമ്പനി നിങ്ങൾക്ക് ഒരു 6ഓളം വരുമാനം എന്ത് ചെയ്യാം, കമ്പനി നിങ്ങൾക്ക് തരും. ആദ്യം കിട്ടുന്ന വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ പ്രോഫിറ്റ്, അതായത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ടേൺ ഓഫ് ബോണസ്, അത് നമുക്ക് വീക്കിലി കമ്പനി അക്കൗണ്ടിലേക്ക് തരുന്ന, അതായത് നമ്മുടെ ബാങ്ക് മുഖാന്തരം ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന ഒരു വരുമാനമാണ്. അതുപോലെ തന്നെ റാങ്ക് ഇൻകം, അത് മന്ത്ലി വരുമാനമാണ് റാങ്ക് ഇൻകം. അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ്, അത് മന്ത്ലി കിട്ടുന്നതാണ്. ലോയൽറ്റി ഇൻകം മന്ത്ലി ആണ്. അതുപോലെ റാങ്ക് ഇതൊക്കെ മന്ത്ലി കിട്ടുന്ന വരുമാനങ്ങളാണ്. ഇങ്ങനെ ഒരു 6ഓളം ടൈപ്പ് വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ വരുമാനം ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ പ്രോഫിറ്റ്, നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. ഓക്കെ, എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം, അത് MRPക്ക് വിൽക്കാം. അപ്പൊ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാനം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇനി
വീക്കിലി കിട്ടുന്ന വരുമാനം ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ PV അലോക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസയുടെ അതിന്റെ ഒരു ശതമാനം കണക്ക് വെച്ചിട്ടാണ് നമുക്ക് കമ്പനി വരുമാനം തരിക. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, ഇവിടെ ഇന്ത്യാഗ്രോ എലമെന്റ് സോണാനോ ഈ കാറ്റഗറിപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന പൈസയുടെ 75% കമ്പനി PV ആയിട്ട് കണക്കൂട്ടും. ഇവിടെ നമുക്ക് ആഹാർ, ന്യൂ സ്റ്റാർ, മൈഹോം ഈ കാറ്റഗറി വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന പൈസയുടെ 35% PV ആയിട്ട് കണക്കൂട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നത്. ഇനി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോ അദ്ദേഹത്തിന് 2 ഓർഗനൈസേഷൻ വഴിയാണ് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോ ഒരു വ്യക്തി, ഞാനോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരാണോ വിചാരിക്കുക. നമ്മുടെ 10 ID നമ്പർ ഉണ്ട്. നമുക്ക് 2 ഓർഗനൈസേഷൻ ലെഫ്റ്റും റൈറ്റും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു രീതിയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓർഗനൈസേഷൻ 1, ഇത് നമ്മൾ ഓർക്ക് 1. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു വ്യക്തി 10,000 ബിസിനസ് ഓഡിയം ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഈ ഒരു വ്യക്തിയുടെ മുഖാന്തരം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, അദ്ദേഹത്തിന് വിൽക്കാനായിരിക്കാം, ഉപയോഗിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വാങ്ങിച്ചു. ആ രീതിയിൽ വരുമ്പോൾ 10,000 PV ഓർക്ക് 1-ലും ഇവിടെ നോക്കുമ്പോൾ 2 വ്യക്തികൾ കൂടി 5,000 വീതം. എത്ര രൂപയ്ക്ക് വാങ്ങണമെന്നൊന്നും നിർബന്ധമായിട്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഇവിടെ 5,000 വീതം ചെയ്തു. 2 പേര് കൂടിയിട്ട് 10,000 ബിസിനസ് ചെയ്തു. ഈ സമയത്ത് ഈ ഒരു വ്യക്തിയുടെ 2 ഓർഗനൈസേഷനാണ് ഈ ഒരു ബിസിനസ് നടന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തി മുഖാന്തരം ഈ വ്യക്തികളെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഇതേമാതിരി ഒരു പ്രോഗ്രാമിലൂടെ അവർ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ 2 ഓർഗനൈസേഷൻ നടന്ന ബിസിനസിന്റെ 12% 10,000 ബിസിനസ് മാച്ച് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന വരുമാനമാണ് 1,200 രൂപ. അതൊരാഴ്ച വരുമാനമാണ്, ഒരാഴ്ചയിൽ കൊടുത്ത വരുമാനം. എന്നാൽ നമുക്ക് നോക്കാം, അടുത്ത ആഴ്ചയിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, വീണ്ടും പുതിയ ആളുകളിലേക്ക് വന്ന ആളുകളും അവർ മുഖാന്തരം പരിചയപ്പെട്ട ആളുകളും നിരവധി ആളുകൾ എന്ത് ചെയ്യാണ്, ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു സമയത്ത് ഓർക്ക് 1-ൽ ഒരു 20,000, ഓർക്ക് 2-ൽ 20,000 ബിസിനസ് നടന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് 2 ഓർഗനൈസേഷൻ നടത്തുന്ന ബിസിനസിന്റെ ടേൺ ഓവർ മാച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന് കമ്പനി കൊടുക്കുന്ന വരുമാനമാണ് 2,400 രൂപ ആഴ്ച വരുമാനമായിട്ട് കൊടുക്കുന്നു. കൂടാതെ ഇനി നമുക്കറിയാൻ പറ്റും, ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരാളിൽ നിന്നുണ്ടായ ആളുകളല്ല. നിരവധി ആളുകൾ പല മേഖലകളിൽ എന്ത് ചെയ്യാണ്, ഈ അവസരം പരിചയപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ നമ്മളെ കൂടെ എന്ത് ചെയ്യും, നിരവധി ആളുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സാധ്യത. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതും അതുപോലെ ഒരു അവസരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ഈ ഒരു അവസരം എടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ എന്ത് ചെയ്യും, നിരവധി ആളുകൾ എത്തും. അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ 1,00,000 ബിസിനസ് നടന്നു. ഓർഗനൈസേഷൻ 2-ൽ കുറച്ചധികം ആളുകൾ വന്നു. അവർ കുറച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ 2,00,000 ബിസിനസ് ആണ് നടന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കമ്പനി എന്ത് ചെയ്യാണ്, ഇവിടെ എവിടെയാണോ കുറവ് നോക്കും, ലെസർ ബിസിനസ് എവിടെ നോക്കും. ഇവിടെ 1,00,000 2,00,000 നടന്നു. 1,00,000-ന്റെ 12% ഈ വ്യക്തിക്ക് 12,000 രൂപ ആഴ്ച വരുമാനമായിട്ട് കമ്പനി കൊടുക്കുന്നു. ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വേണം, ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും ഞാൻ പറയാം. ഇവിടെ എന്ത് ചെയ്യാണ്, 1,00,000 2,00,000 നടന്നു. പക്ഷെ സാറേ ഇവിടെ 1,00,000-ന്റെ 12% കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇവിടെ 1,00,000 ഉണ്ടല്ലോ, അതെന്ത് പറ്റി? ആ 1,00,000 ഇവിടെ ഉണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടില്ല. അതിന് കമ്പനി ക്യാരി ഫോർവേഡ് സിസ്റ്റം പറയും. കാരണം എന്ത് ചെയ്യുക, അടുത്ത ബിസിനസ് മാച്ച് ചെയ്യുന്ന സമയത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ടേൺ ഓവർ ബാലൻസ് ഉള്ളത് അത് മാറ്റിവെക്കും. പല കമ്പനികളും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇതുപോലെ പല കമ്പനികളും പറയുന്നത് എങ്ങനെ, അവർ മാസത്തിലാണ് എന്ത് ചെയ്യുക, വരുമാനം കൊടുക്കുക. അവരുടെ വരുമാനം ഇതുപോലെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുമാനം എന്ത് ചെയ്യുക, ടോട്ടൽ ടേൺ ഓവർ വാഷ് ഔട്ട് ആവും. നമ്മൾ വീണ്ടും 0 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് ക്യാരി ഫോർവേഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് എത്ര ബിസിനസ് ടേൺ ഓവർ ബാലൻസ് ബാക്കി വന്നാലും അത് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു കിട്ടും. എന്നാൽ നിങ്ങൾ നോക്കുക, അടുത്ത ആഴ്ചയിൽ ഇതേപോലെ തന്നെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി. എന്ത് ചെയ്യുക, നിരവധി ആളുകൾ വീണ്ടും ബിസിനസ്സിൽ കടന്നു വന്നു. ഫ്രഷ് സെയിൽസ് വന്നു, അതായത് വർക്ക് ഷോപ്പ്, ബിസിനസ്, ഇങ്ങനെ നിരവധി മേഖലയിൽ സെൽഫ് യൂസേജ് പല ആൾക്കാരും വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ നിരവധി കാറ്റഗറിയിൽ എന്ത് ചെയ്തു, ബിസിനസ് ടേൺ ഓവർ വന്നു. ഇവിടെ ഓർക്ക് 1-ൽ എന്ത് ചെയ്യാൻ 5,00,000 ബിസിനസ് നടന്നു. ഓർക്ക് 2-ൽ 4,00,000 വന്നുള്ളൂ. ഇന്ന് എന്ത് ചെയ്തു, ഈ ആഴ്ചയിൽ നമുക്ക് ഓർക്ക് 1-ലാണ് ബിസിനസ് ടേൺ ഓവർ കൂടിയിട്ടുള്ളത്. ഓർക്ക് 2-ൽ എന്ത് ചെയ്യാണ്, 1,00,000-ന്റെ ഷോർട്ടേജ് കാണാനുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കുക, ഇവിടെ നേരത്തെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ബിസിനസ് ടേൺ ഓവർ ഉണ്ടല്ലോ, അതും കൂടെ മാച്ച് ചെയ്ത് 5,00,000 മാച്ച് ചെയ്തിട്ട് ആ ആഴ്ചയിൽ ഈ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം 60,000 രൂപ ആഴ്ച വരുമാനമായിട്ട് കമ്പനി കൊടുക്കുന്നു. ഒരു കയ്യിൽ കൊടുക്കാം. 60,000 രൂപ ആഴ്ച വരുമാനം എന്ന് പറഞ്ഞാൽ മോശമല്ല, സാധാരണക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരുമാനമാണ്. എന്നാൽ നമുക്ക് നോക്കാം, ഇതേ രീതിയിൽ തന്നെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി. നിരവധി ആളുകളിലൂടെ ബിസിനസ് എത്തി. ഈ ഒരു സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ ഒരു 10,00,000 ബിസിനസ് നടന്നു. ഓർഗനൈസേഷൻ 2-ൽ ഒരു 10,00,000 ബിസിനസ് നടന്നു.
ഈ ഒരു സമയത്ത് കമ്പനി നമ്മുടെ രണ്ട് ഓർഗനൈസേഷനിൽ ബിസിനസ് ടേൺ ഓവർ മാച്ച് ചെയ്തിട്ട് അതിന്റെ 12%, 1,20,000 രൂപ എന്ത് ചെയ്യാണ് കമ്പനി വരുമാനമായിട്ട് തരികയാണ്. ഇതൊരാഴ്ച വരുമാനമാണ്. ഇനി നമുക്ക് നോക്കാം, അതായത് ഇപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോണ്ടേ, ഇത് മതിയോ വരുമാനം? പോരാ. എത്രത്തോളം കമ്പനി തരാൻ തയ്യാറാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതേ രീതിയിൽ തന്നെ കമ്പനി കണക്കില്ലാതെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഈ ആഴ്ച വരുമാനം കൊടുക്കുന്നില്ല. അതിന് കമ്പനി ഒരു സീരിയൽ ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഐഡിയയിലൂടെ മാക്സിമം ഒരു വ്യക്തിക്ക് 17 ലക്ഷം ബിസിനസ് ഓർഗ് 1-ലും 17 ലക്ഷം ബിസിനസ് ഓർഗ് 2-ലും വരുന്ന സമയത്ത് കമ്പനി ആ ഒരാഴ്ചയിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന മാക്സിമം വരുമാനമാണ്, അതായത് 2,10,000. ഇതാണ് കമ്പനിയുടെ ഒരു സീരിയൽ ലിമിറ്റ്. സാധാരണ ഇപ്പൊ ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ കിളി പോയിട്ടുണ്ടാവും. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ഉള്ളതാണോ തള്ളാണോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചെയ്യാണ്, ഇത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റും. അതിന് പറ്റുന്ന നിരവധി ആളുകളെ ഇന്നത് വാങ്ങി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ ഒരുപാട് വരുമാനങ്ങളിൽ രണ്ടാമത്തെ വരുമാനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതാണ് വീക്കിലി 2,10,000 എത്തി നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി ഇതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് ബോണസ്, ഇത് നമുക്ക് ഈ 2,10,000 വീക്കിലി വാങ്ങുന്നതോടൊപ്പം തന്നെ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ, വീക്കിലി കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ എന്ത് ചെയ്യാണ്, മാസത്തിൽ കമ്പനി തരുന്ന ഒരു വരുമാനമാണ് പെർഫോമൻസ് ബോണസ്. അതുപോലെ തന്നെയാണ് നമുക്ക് റാങ്കിങ്, അതും നമുക്ക് ഈ പറഞ്ഞ മാതിരി വീക്കിലി കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ മന്ത്ലി പെർഫോമൻസിന്റെ കൂടെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരൊറ്റ പണിക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒറ്റ പ്രവൃത്തിക്ക് ഒന്നിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് അവസരമാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ റാങ്കിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ഡയമണ്ട് ലോയൽറ്റി എന്ന് പറയും. ഇനി ഇതിനൊക്കെ പുറമെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഉണ്ടെങ്കിലേ എന്തുള്ളൂ ആ മേഖല വർക്ക്ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളില്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഉള്ള ആളുകളോ ഒക്കെ എന്ത് ചെയ്യണം, പുതിയ ഏതെങ്കിലും ഒരു മേഖല തേടി പോകണം. നമ്മൾ ചെയ്തു വെച്ചതിന് ഒട്ടുമിക്ക ആളുകൾക്ക് എന്ത് ചെയ്യില്ല, കാര്യമായ ഒന്നും വരുമാനം കിട്ടാറില്ല. കാരണം അതുകൊണ്ടാണ് ഇന്ന് നമ്മളെപ്പോലുള്ള നിരവധി ആളുകൾ സാധാരണക്കാരായി തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. പല ആളുകളും എന്ത് ചെയ്യില്ല, മുമ്പ് ചെയ്തു വെച്ച മേഖലയിൽ നിന്ന് വരുമാനം വരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു മേഖലയ്ക്ക് എന്ത് എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനെയും ആകർഷിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്, അതായത് നോമിനേഷൻ ഫ്യൂച്ചർ എന്ന് പറയും. കാരണം നമ്മൾ തലമുറകളോളം സംരക്ഷിക്കാൻ പറ്റിയ ഒരു ബിസിനസ് അവസരമാണ്. അതായത് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തിന്റെ ഒരു കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യത്തിലാണെങ്കിലും നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ തലമുറകളോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ ആക്സിഡന്റ് ഡെത്തിനൊക്കെ കമ്പനി ഇൻഷുറൻസ് കവറേജ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്. എന്ത് വേണം, ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, തെളിയിക്കപ്പെട്ടുള്ള സക്സസ് സ്റ്റോറികൾ വേണം. കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം. അതുപോലെ നമുക്ക് എഡ്യൂക്കേഷൻ, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ല മാനേജ്മെന്റ് ലീഡേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ വേണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആകർഷകമായ ബിസിനസ് പ്ലാൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഈ ഒരു കമ്പനി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി തിരിച്ചറിയേണ്ട സമയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വേണോ വേണ്ടേ, എനിക്കിത് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഓരോരുത്തരും ഏറ്റെടുത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുക. കമ്പനിക്ക് ISO സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനിയാണ്. അതുകൂടാതെ വിക്കി മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ്. അതുപോലെ FDSA മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ്. കൂടാതെ ഇന്ന് ഇന്ത്യയുടെ 5 പ്രൊജക്ടിന്റെ ഭാഗമായ ഒന്നാണ് സ്കിൽ ഇന്ത്യ എന്ന് പറയും. അതിൽ സൈൻ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇത് കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു അവസരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു അറിവായിട്ട് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അവസരമായിട്ട് ഇതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു കാർപ്പറ്റ് മേഖലയിൽ നിന്നാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വരുന്ന സമയത്ത് വൈഫാണ് ഈ ഒരു മേഖല ഏറ്റെടുത്തിട്ടുള്ളത്. വിനീഷ എന്റെ ഭാര്യയാണ് ഈ ഒരു അവസരം ആദ്യം ഏറ്റെടുത്തത്. അന്ന് ഒരുപാട് നെഗറ്റീവ്സ്, ഇന്നൊരു ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും, അതായത് പുതിയ ആളുകളുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു പോകുന്ന ഒരുപാട് സംശയങ്ങളും നെഗറ്റീവ്സും എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെ വളരെ യാദൃച്ഛികമായി പല അവസരങ്ങളിലൂടെ അതിനെ പതുക്കെ തരണം ചെയ്യാൻ പറ്റി. ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ഇൻകോർഡിനേറ്റർ എന്ന പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അധികം വൈകാതെ തന്നെ ഇവിടെ RTC എന്ന റാങ്കിലേക്ക് എത്തുന്നതായിരിക്കും. മിക്കവാറും അടുത്ത ആഴ്ച നല്ലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും
ചിന്തിക്കുക. നമ്മളൊക്കെ ഇപ്പൊ നിലവിൽ അവസരങ്ങളില്ലാത്തതല്ല, ഈ കാലഘട്ടത്തിനനുസൃതമായ ഒരു അവസരം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെക്നോളജി ധാരാളം അപ്ഡേറ്റ് ആയി. നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്ഡേറ്റ് അല്ലാത്ത ആളുകൾ ഔട്ട്ഡേറ്റ് ആവും, അതായത് എന്ത് ചെയ്യും, നമ്മൾ മാറിപ്പോകും. ആ രീതിയിലേക്ക് കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കാൾ കപ്പാസിറ്റി ഇല്ല ഒരു തലമുറ, നമ്മുടെ മക്കളും മക്കളൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറ ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യാണ്, ഇതിന്റെ സാധ്യത മനസ്സിലാക്കി മുന്നോട്ട് വരും. അന്ന് നമ്മൾ ഒരു ചോദ്യചിഹ്നമായി വരാൻ മുന്നിൽ നിൽക്കരുത്. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുക, വളരെ ശക്തമായി പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു.